ഓഡിയോ ബിറ്റ്സ് അവതരിപ്പിക്കുന്ന ലോകോത്തര സാഹിത്യകൃതികളുടെ ശബ്ദവീചികൾ. മൈ ഓഡിയോ ബിറ്റ്സ് അവതരിപ്പിക്കുന്ന നോവൽ മായ. രചന VR സുധീഷ്. ശബ്ദസാന്നിധ്യം ആര്യാദേവി. VR സുധീഷ്. വടകരയിൽ ജനനം. മടപ്പള്ളി ഗവൺമെന്റ് കോളേജ്, തലശ്ശേരി ബ്രണ്ണൻ കോളേജ്, മദ്രാസ് യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം. 1975 ആദ്യ കഥ പ്രസിദ്ധീകരിച്ചു. മലയാളത്തിന്റെ പ്രണയകഥകളുടെയും മലയാളത്തിന്റെ പ്രണയകവിതകളുടെയും MT എന്ന പുസ്തകത്തിന്റെയും എഡിറ്റർ. 40ഓളം കൃതികൾ പ്രസിദ്ധീകരിച്ചു. ഇപ്പോൾ ചേളന്നൂർ ശ്രീനാരായണ കോളേജ് പ്രിൻസിപ്പൽ. നിത്യതയുടെ മറുകരയിൽ നിന്ന് നീ തിരിഞ്ഞു നോക്കിയതുപോലെ ഭൂതലത്തിലെവിടെയൊക്കെയോ ഒഴുകിപ്പരന്ന നിന്റെ ശബ്ദം ഞാൻ സംഗ്രഹിച്ചത് കാതിലാണോ, നെഞ്ചിലാണോ, ഒരു ഓർമ്മക്കുടന്നയിലാണോ? എന്റെ കളിമുറ്റങ്ങളിൽ നീ ഉണ്ടായിരുന്നില്ല. ബാല്യ കൗതുകങ്ങളെ നീ തൊട്ടുഴിഞ്ഞില്ല. കൗമാരം കുലച്ച ഞരമ്പുകളിൽ നീ കോരിയെറിഞ്ഞില്ല. യൗവനശയ്യയിൽ നിന്റെ വാർമുടിയുലഞ്ഞു വീണില്ല. നീ വരുന്നത് വൈകിയാണ്. നിന്റെ കരം ഗ്രഹിക്കാതെ അനിശ്ചിത പഥങ്ങളിലൂടെ നീ എന്നെ കൊണ്ടുപോയി. ജീവിതമേ എന്ന് വിളിച്ചിരുന്നു, അതോ മരണമേ എന്നോ? നിത്യതയുടെ മറുകരയിൽ നിന്നുള്ള നിന്റെ തിരിഞ്ഞുനോട്ടം എന്റെ തോന്നലാകുമോ? എന്റെ മാത്രം തോന്നലായ നീയല്ലേ സത്യം? പ്രണയം എന്തുമാത്രം കഠിനമായ ധർമ്മസങ്കടമാണ്. 1. കുറെ കാലത്തിനു ശേഷമാണ് അപർണ എന്നെ ഫോണിൽ വിളിക്കുന്നത്. പഴയ ശിഷ്യയാണ്. മലയാള ബിരുദത്തിന് 2ാം വർഷമാണ് അവൾ കോളേജിൽ ഒഴിവുള്ള സീറ്റിൽ ചേരാൻ വന്നത്. അഡ്മിഷന് ഞാനാണ് സഹായിച്ചത്. മുൻ പരിചയമുണ്ടായിരുന്നില്ല. നല്ല വായനക്കാരിയാണ്. അതുകൊണ്ട് സ്നേഹവാത്സല്യങ്ങളും സ്വാതന്ത്ര്യവും അവൾ എന്നിൽ നിന്ന് കവർന്നു. വിവാഹിതയായി 2 കുഞ്ഞുങ്ങളായെങ്കിലും അപർണ ഇപ്പോഴും പഴയ കുട്ടിയുടെ പ്രസരിപ്പോടെയുണ്ട്. മാഷിന് സുഖമാണോ? ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാ. എന്തേ? ഒരു മായാചന്ദനെ അറിയോ? അതേതാ മായാത്ത ചന്ദനം? മാഷിന്റെ FB ഫ്രണ്ടാ. കണ്ണൂരിലാ. ടീച്ചറാ. ഓർത്തപ്പോൾ എവിടെയോ ഈ പേര് തടഞ്ഞു. മായാചന്ദനയുടെ പ്രൊഫൈൽ തെളിഞ്ഞു. എന്തേ കാര്യം? ഒന്നുമില്ല. ഞാൻ കണ്ടിരുന്നു. എന്നെ കാണാൻ വന്നിരുന്നു. അടുത്ത കാലത്താ മാഷിന്റെ FB ഫ്രണ്ടായേ. മാഷെ വലിയ ഇഷ്ടാ. ഇഷ്ടന്ന് പറഞ്ഞിരുന്നല്ലോ. എനിക്ക് പറയാൻ വയ്യേ. അതെന്താ? എന്റെ ഒരു ഫ്രണ്ടുണ്ട്, മേഘ. അവളുടെ ഫ്രണ്ടായി മായ. എന്നെ പഠിപ്പിച്ച സാറാണെന്നറിഞ്ഞപ്പം മേഘയെയും കൂട്ടി ഞാൻ കാണാൻ വന്നതാ. എന്റെ അമ്മയുടെ വീട്ടിനടുത്താ മേഘ. മാഷിന്റെ FB അക്കൗണ്ട് ഒറിജിനലാണോ ഫേക്ക് ആണോന്ന് അവൾക്കറിയണ്ടേ. പിന്നെ മാഷിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്. എന്നിട്ട് ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തു. കുറച്ച് കൂട്ടി പറഞ്ഞു. അവൾക്ക് എന്നോട് കുശുമ്പായി. ഇത് അറിയാൻ വേണ്ടി മാത്രാ കണ്ണൂരിൽ നിന്നും എന്നെ കാണാൻ വന്നേ. എന്ത് പ്രായമുണ്ട്? 23. സുന്ദരിയാ. മാഷിന്റെ A to Z വായിച്ചിട്ടുണ്ട്. അങ്ങ് വീണിരിക്കുവാ. യോ, എന്തൊരു പ്രണയാ ദൈവമേ. നീ ക്ലൈമാക്സ് പറയ്. അത് വരുന്നേയുള്ളൂ. ഒരുപാട് ചോദിച്ചു മാഷെക്കുറിച്ച്. ഓപ്പൺ ആണോ ഫ്രോഡാണോ എന്നൊക്കെ. ഞാനങ്ങ് കേറ്റി വിട്ടിട്ടുണ്ട്. ഇനി മാഷെ വിളിക്കും. പാവാ, മാഷ്ക്ക് പറ്റിയ കമ്പനിയാ. എന്റെ കയ്യിൽ നിന്ന് മാഷിന്റെ നമ്പർ വാങ്ങിയിട്ടുണ്ട്. എന്താ ഈ മായാചന്ദനയുടെ ഉദ്ദേശം? ഒന്നുമില്ല, വെറും ഇഷ്ടം, ആത്മീയാനുരാഗം. മാഷ് പറയുന്നതുപോലെ സാക്ഷാൽ പ്രാണസഖി, പ്രാണൻ പറിച്ചെടുക്കുന്ന സഖി. ഇങ്ങോട്ട് കൊണ്ടുവരായിരുന്നില്ലേ? ഞാൻ പറഞ്ഞു. അവൾക്ക് പേടി. മുന്നിൽ വരാൻ ധൈര്യമില്ല. പാവാണ് മാഷേ. ഇങ്ങനൊരു പെൺകുട്ടി പ്രണയത്തെക്കുറിച്ച് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാ. അതും നേരിൽ കാണാതെ, ഒന്നും അറിയാതെ. അവൾ വിളിക്കുമ്പം മാഷ് മറുത്തൊന്നും പറയല്ലേ. പാവാണ് മായാചന്ദന. അപർണ ഫോൺ വെച്ചപ്പോൾ ഞാൻ ലാപ്ടോപ്പ് ഓൺ ചെയ്ത് FBയിൽ സെർച്ച് ചെയ്തു. അവൾ വന്നു. അവളല്ല, ചലച്ചിത്ര നടി തമന്നയാണ് പ്രൊഫൈലിൽ. മായാചന്ദനയുടെ പടമേയില്ല. ആകാശത്തിന്റെ വർണ്ണഭേദങ്ങളും പുഴയും കാടും തൂക്കുപാലവും നാട്ടുപാതകളും മാത്രമാണ് മായാചന്ദനയുടെ അക്കൗണ്ടിലെ ചിത്രങ്ങൾ. മനുഷ്യരൂപങ്ങളായി കുറെ കുഞ്ഞുങ്ങൾ മാത്രം. അപർണ പറഞ്ഞത് ഓരോന്നും മനസ്സിൽ മുഴങ്ങി. മായാചന്ദന എന്ന് തനിയെ ഞാൻ Sample complete. Ready to continue?